പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിലാപത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു. ദൈവവുമായുള്ള ബന്ധം നശിച്ചു കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് സ്വർണത്തിൻ്റെ തിളക്കമുണ്ടായിരുന്ന നമ്മുടെ ഹൃദയം പാപമാലിന്യങ്ങൾ മൂലം മങ്ങിപ്പോയത്. എങ്ങനെയാണ് നമുക്ക് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത്? നാം ദൈവത്തെ ഉപേക്ഷിച്ച് ലോകവസ്തുക്കളുടെ പിന്നാലെ പോയി. ദൈവത്തെക്കാൾ ഉപരിയായി സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ജഡമോഹങ്ങൾക്കും ഈ ലോക മോഹങ്ങൾക്കും പിന്നാലെ നാം പാഞ്ഞുപോയി. നമ്മുടെ ഹൃദയത്തിൽ അവയ്ക്കാണ് ദൈവത്തെക്കാൾ ഉപരിയായ സ്ഥാനം കൊടുത്തത്. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമായി മാറി. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമുക്ക് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും വിശുദ്ധിയും നഷ്ടപ്പെട്ടു. നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ട അവസ്ഥ ദൈവം കാണുകയാണ്. 36:5 ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. ജഡമോഹങ്ങളിൽ അകപ്പെട്ട മനുഷ്യൻ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനാണ് പരിശ്രമിച്ചത്. ഇപ്പോഴും അതുതന്നെയാണ് മനുഷ്യർ ചെയ്യുന്നത്. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ജഡിക താല്പര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മനുഷ്യൻ പാപാന്ധകാരത്തിൽ ആണ്ടുപോയി. യോഹന്നാൻ 8:12 യേശു പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നാം പ്രകാശത്തിൻ്റെ മക്കളായി മാറും. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 5:17 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു: ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധി, ദുശ്ചിന്തകൾ, ശത്രുത, കലഹം, അസൂയ, കോപം, വിദ്വേഷം, വ്യഭിചാരം, മദ്യപാനം മുതലായവ ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. ഹൃദയത്തിന് വിശുദ്ധി വരാതെ ദൈവത്തെ ദർശിക്കുവാനോ ദൈവാനുഭവം ഉണ്ടാകുവാനോ സാധിക്കുകയില്ല. 3 വർഷം യൂദാസ് യേശുവിനോടൊപ്പം നടന്നിട്ടും അവൻ്റെ ഹൃദയത്തിന് വിശുദ്ധി വന്നില്ല. ധനമോഹത്തിന് അടിമപ്പെട്ട യൂദാസ് തൻ്റെ ഗുരുവായ യേശുവിനെ 30 വെള്ളി നാണയങ്ങൾക്ക് ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. അവന് പശ്ചാത്താപമോ മാനസാന്തരമോ ഉണ്ടായില്ല. അവൻ്റെ ആത്മാവ് നശിച്ചു പോവുകയും ചെയ്തു. പാപത്തിൽ വീഴാതെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം നാം നിറയ്ക്കണം. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നു: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധി ഉണ്ടാകും. വചനം ദൈവം തന്നെയാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. മത്തായി 15:18 തിരുവചനം പറയുന്നു: വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, മോഷണം, പരദൂഷണം, വ്യഭിചാരം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതവനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. നല്ല വൃക്ഷം എപ്പോഴും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷമാകട്ടെ ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഒരിക്കലും നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല. നാം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷങ്ങളായി മാറാം. നാം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒരു അനുഗ്രഹമായി മാറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.